ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർഡ് ആയിട്ടുള്ള ദേവദാസ് സാറിൻ്റെ വീട്ടിലാണ്. മൂപ്പര് മഞ്ചേരിക്കുള്ള എന്ന് വെച്ചാൽ വാഴ വെച്ചത്. മഞ്ചേരിക്കുള്ള എന്ന് പറഞ്ഞ സാധനം നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെയാണ് കന്ന് വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ സാധനം അവരാണ് ആദ്യം അത് ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ മൂപ്പരോടുള്ള കൃഷി വിശേഷങ്ങളൊന്നും നമുക്ക് ചോദിക്കും. ആ ദേവസേട്ടാ, വാഴ കൃഷിയാണ്. അതെ അതെ അതെ, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് നമ്മളെ പുതുതലമുറകൾക്ക് വേണ്ടിയിട്ട് കൃഷിനെ പറ്റി, വാഴ കൃഷിനെ പറ്റി രണ്ട് വാക്ക് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മളെന്താ പറയുക, നമുക്ക് കേരളീസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ വാഴപ്പഴത്തിനായാലും മറ്റ് പച്ചക്കറികൾക്കായാലും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിന്ന് മാറിയിട്ട് നമുക്ക് വേണ്ട പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഉള്ളൊരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ഒരാളാണ്. നമ്മളെ വരുന്ന തലമുറയുണ്ട്, ഇപ്പോൾ 10 വയസ്സ് ഒക്കെ പിന്നിട്ട ചെറിയ LP സ്കൂളിലും UP സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആളുകളെ, ആ ഒരു ചെറിയ വിദ്യാർത്ഥികളെ ഈ ഒരു കൃഷി എന്നുള്ള ഒരു ഇതിലേക്ക്, കൃഷി എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കാരണം കുട്ടികളൊക്കെ തന്നെ ഇപ്പം നമുക്ക് എന്താണ് നെല്ലെന്ന് ഇപ്പോൾ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ എങ്ങനെയാണ് നെല്ലുണ്ടാവണമെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളാകെ ഭക്ഷണം കഴിക്കാനുള്ള അരി മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താണ് നെല്ല്, എങ്ങനെയാണ് നെല്ല് ഉണ്ടാവുന്നത്, അതെങ്ങനെ വിളവ് എത്ര ദിവസം കൊണ്ടാണ് അത് മൂപ്പത്തുന്നത്, എങ്ങനെയാണ് അത് വിളയിക്കുന്നതെന്നും അറിയില്ല. അതുപോലെ തന്നെ വാഴക്കൊലയായാലും അല്ലെങ്കിൽ മറ്റ് പച്ചക്കറി ഇനങ്ങളായാലും അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കണം എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ അത് കുട്ടികൾക്ക് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടികളെ, അതായത് നമ്മളെ അടുത്ത തലമുറയെ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു എൻ്റെ ഒരു ആഗ്രഹം. അതുപ്രകാരമാണ് തീർച്ചയായിട്ടും കൃഷി. കാരണം ഞാനിപ്പോൾ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു എന്താ പറയുക, മുനിസിപ്പൽ റോഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ കൃഷി ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ നോക്കാറുണ്ട്, ചിലർ അന്വേഷിക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എന്താണ് ഇത് ചെയ്യുന്നത്, എങ്ങനെ അതിനെപ്പറ്റി നോക്കാൻ എന്താ പറയുക, ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു 4 പേരെങ്കിലും ഒരു ദിവസം ഇത് വാച്ച് ചെയ്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ള ഒരു തോന്നൽ കുട്ടികളിൽ ജനിപ്പിക്കാൻ അത് പര്യാപ്തമാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. ഒരു വാഴത്തട്ടയായാലും പിന്നെ ഒരു സാധനം ഒഴിവാക്കാനില്ല. കാരണം വാഴത്തട്ട, വാഴന്റെ പിന്നെ ഉണ്ണിക്കാമ്പ് എല്ലാം വില കിട്ടണം. അതൊക്കെ വാഴത്തട്ട കിട്ടും. അതുമല്ല, അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള